എൻ്റെ പേര് ആലീസ് വർഗീസ്. ഞാൻ ഒല്ലൂർ ക്രിസ്റ്റഫർ നഗറിൽ നിന്ന് വരുന്നു. എനിക്ക് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് കിട്ടിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മകന് ബൈക്ക് ആക്സിഡൻറ്റിൽ അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. 4 വർഷമായി. 2021 അവന് ടെക്രോസമി ചെയ്തിരുന്നു. അതൊരു വട്ടം ഞങ്ങൾ അടച്ചു. പക്ഷെ അവന് ശ്വാസം കിട്ടാതെ വീണ്ടും അത് തുറന്നു. അത് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഒരു സർജറി ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഇനി അവന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ വെന്റിലേറ്ററൊന്നും കൂടാതെ കൊണ്ട് അവന് ശരിക്കും ശ്വാസം എടുക്കുവാനായിട്ടുള്ള ഒരു കൃപ ഈശോ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ അവൻ ആ ടെക്രോസമി അടച്ചു. ശ്വാസ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇന്നവൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അബോധാവസ്ഥയിലാണ് കേട്ടോ. കാരണം എന്താ പറയുക, ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ആദ്യത്തേക്കാളൊക്കെ വിട്ട് നല്ല സൗഖ്യമുണ്ട്. പിന്നെ അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 2021 ഞങ്ങളൊരു വീട് വാങ്ങിക്കാനായിട്ട് പോകാനുള്ള തയ്യാറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് ഈ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അതിൽ പോയി. ഞങ്ങൾ ഇനി വിചാരിച്ചു ഈ വാടക വീട്ടിൽ നിന്ന് എന്നാണ് ഞങ്ങൾക്കൊരു മോചനം കിട്ടായെന്ന്. പക്ഷെ ദിവ്യകാരുണ്യ ഈശോയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 2025 ഔസപിതാവിന്റെ മരണ തിരുനാളിന്റെ അന്ന് ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കി തന്നു. ഏപ്രിൽ 4 മാസാദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ അതിലെ കയറി താമസിച്ചു. അതിന് വലിയൊരു കോടാനുകോടി നന്ദി ദിവ്യകാരുണ്യ ഈശോയോട് ഞാൻ പറയുന്നു. എൻ്റെ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ ഈശോ ഞങ്ങൾക്കൊരു വീട് ഒരുക്കി തന്നു. പിന്നെ എൻ്റെ ഈ കൊച്ചുമകള് 2.25 വയസ്സ് വെളിച്ചെണ്ണ അടുപ്പത്തുനിന്ന് ഇറക്കി വച്ചിട്ടുണ്ടായിരുന്നു. അതിലവളുടെ കൈ മുങ്ങി, കൈ ആകെ പൊള്ളി, ആകെ ഇതായി. ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ കൈ നിവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഫിസിയോതെറാപ്പി കൊടുക്കണമെന്ന്. ഞാൻ ദിവ്യകാരുണ്യ ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഈശോയെ ഒന്നിനൊന്നു പുറകെയായിട്ട് സഹായങ്ങൾ തരല്ല. ഞങ്ങൾക്ക് കരഞ്ഞ് ഞങ്ങൾക്ക് ഒന്നുമില്ലാണ്ടായിരിക്കണോ. എൻ്റെ കുഞ്ഞുമാൾക്ക് ഒന്നുമില്ലാതെ ഫിസിയോതെറാപ്പി ഒന്നും കൂടാതെ കൊണ്ട് അവിടെ കൈവിരലുകൾ അയക്കുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുടുംബം ഒന്നിച്ച് യാതൊരു കുഴപ്പവുമില്ലാതെ ഒരു ഫിസിയോതെറാപ്പി കൂടാതെ അവിടെ കൈവിരലുകൾ അവൾ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ആ കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്. യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് വന്ന് വീർക്കുകയും വൈകുന്നേരമാകുമ്പോൾ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ മുഴകൾ കാണുന്നുണ്ട്, അതൊരു സർജറി ചെയ്ത് നമുക്ക് ബയോപ്സിക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങളത് ജൂബിലി വിഷയാനിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ ഗ്യാസ്ട്രോടെ തന്നെ ഒരു ഹോസ്പിറ്റല്, ജം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പറവട്ടാനിയിലുണ്ട്. അവിടെ പോയി ഞങ്ങൾ ജോസഫ് സാറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ബയോപ്സിക്ക് കൊടുത്തപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആവാനാണ് സാധ്യത, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. എൻ്റെ ചേച്ചി ഇവിടെ പ്രേക്ഷിതയാണ് വിയാനി ഗ്രൂപ്പില്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നല്ലതുപോലെ പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പച്ചൻ മാത്രമാണ് എൻ്റെ മകന് നോക്കുവാനുള്ളത്. എനിക്കൊന്നില്ലാതെ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ വളരെയധികം ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോ എന്നെ അനുഗ്രഹിച്ചു. യാതൊരു കുഴപ്പമില്ലാതെ എന്നെ ആ ടെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി.